ഹലോ അസ്സലാമു അലൈക്കും. എടാ 7ാം ക്ലാസ് അറബി പരീക്ഷയിൽ നമുക്ക് ഷുവറായിട്ട് ഓണത്തിന് വരുന്ന ചോദ്യമാണ് ബർനാമിജ് പ്രോഗ്രാം നോട്ടീസ് എഴുതാൻ വേണ്ടി ചോദിക്കും. ബർനാമിജ് പ്രോഗ്രാം നോട്ടീസ്. ഈ പ്രോഗ്രാം നോട്ടീസ് എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 5 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. തർഹീബ്. കാരണം ഇത് കൃത്യമായിട്ട് അറിഞ്ഞത് എന്തിനാണെന്ന് അറിയാം. ഈ 5 പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് എഴുതാൻ കഴിയില്ല. കാരണം ഇത് ഇതേപോലെ പൂരിപ്പിക്കാൻ കൊടുക്കും. ഈ പൂരിപ്പിക്കുന്നിടത്ത് എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് തർഹീബാണ്, 2 റിആസത്താണ്. റിആസത്ത് തർഹീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഗതം, റിആസത്ത് അധ്യക്ഷൻ, ഇഫ്തിതാഹ് ഉദ്ഘാടനം, കലിമത്ത് തഹ്നിയ എന്ന് പറഞ്ഞാൽ ആശംസ. ഇനി അവസാനത്തൊന്നുണ്ട് ശുക്ർ, നന്ദി. ശുക്ർ, നന്ദി. ഈ 5 കാര്യം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഇത് പഠിച്ചിട്ടെങ്കിൽ എവിടെയെങ്കിലും ഫില്ല് ചെയ്യണമില്ല. ഈ ഭാഗത്ത് ഫില്ല് ചെയ്യേണ്ടത് പഠിക്കുന്നതാണ്. ഇത് ഈ തന്നിട്ടുള്ള പാരഗ്രാഫ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഇത് നമുക്ക് പാരാഗ്രാഫിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ ഫില്ല് ചെയ്യണം കേട്ടോ. ശുക്ർ, നന്ദി. ഇതിന് പകരം ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, തഹാനി എന്ന് കൊടുക്കും. തഹനീയത്തിന് പകരം തഹാനി എന്നും ഉണ്ടാവും കേട്ടോ. അത് കൃത്യമായി മനസ്സിലാവും. ഈ 5 പഠിക്കാം. ഈ 5 പഠിച്ച് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നല്ല സുഖമാണ്. തർഹീബ് എന്നുള്ളതിൻ്റെ ഈ തർഹീബ് സ്വാഗതം പറഞ്ഞ ആളെ പേര് ഒന്നെങ്കിൽ തർഹീബ് അല്ലെങ്കിൽ റഹബ എന്ന് പറയുന്ന സെൻറ്റൻസിലുണ്ടാവും. ഉണ്ടോ ഇവിടെ തർഹീബ് എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്ന ആളെ പേരെന്താണ്? നാദിറുൽ മദർസ. ആരാണ്? HM ആണ് അല്ലേ. അപ്പോൾ ആ HM എന്ത് ചെയ്യുന്നു? ഒന്നാമത് നമ്മൾ ഇതെടുത്ത് എഴുതുന്നു. ഈ പേരുകൾ തന്നെ പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഇത് തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടെ ഇതിന് കൂടെ കാമ എന്നുണ്ടാവും. ഈ വാക്ക് അത് എഴുതിയത് പരിപാടി നിർവഹിച്ചു എന്നാണ് അർത്ഥം. ഹഫ്ല പരിപാടി നടത്താം. ഈ വാക്കുകളൊന്നും ഇത് എടുത്ത് എഴുതരുത് കേട്ടോ. അപ്പോൾ നാദിർ മദർസ HM എന്ത് ചെയ്തു? നിർവഹിച്ചു. 2 റിയാസത്ത് ഇവിടെ കണ്ടെങ്കിൽ റിയാസത്ത് തന്നെ ഇവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ആരാണ്? റയീസ് പ്രസിഡന്റ്, മജ്ലിസുൽ ഖറവി പഞ്ചായത്ത്. മജ്ലിസ് ഖറവി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ്. ഈ വാക്ക് ഇതേപോലെ പഠിച്ചു വെക്കുക. ഇതേപോലെ ചോദിക്കും. അതിന് ഉത്തരം 2 ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 കിട്ടേണ്ടത് ഇഫ്തിതാഹ് എന്നുള്ളത് ഇഫ്തതഹ എന്ന് പറയുന്ന ഒന്നും ഇഫ്തിതാഹ് എന്നുണ്ടാവും, അല്ലെങ്കിൽ ഇഫ്തതഹ എന്ന് പറയുന്ന സെൻറ്റൻസിൽ എന്നുണ്ടാവും. അതിൻ്റെ ഈ ഉദ്ഘാടനം ചെയ്ത ആളെ പേരുണ്ടാവും കേട്ടോ. ഇഫ്തതഹ കണ്ടില്ല നിങ്ങൾ. ഇവിടെ ഉള്ള ആളെ ഉളുവു മജ്ലിസു തശ്രീഹി. അഫ്ല എന്നുള്ള എഴുതരുത്, പരിപാടി എന്നാണ് അർത്ഥം. ഉളുവുൽ മജ്ലിസ് തശ്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം MLA ആണ്. MLAക്ക് അറബിയിൽ പറയുന്ന പേരാണ് ഉളുവുൽ മജ്ലിസ് തശ്രീ. അപ്പോൾ അതെടുത്തിട്ട് 3ാമത്തെ നമുക്ക് കിട്ടി. 3ാമത്തെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എഴുതി. അപ്പോൾ 3 കിട്ടിയല്ലോ. ഇനി 4ാമത്തത് നമുക്ക് എന്ത് ചെയ്യാം? 4ാമത്തെ കിട്ടാൻ വേണ്ടി നമുക്ക് നോക്കാം. ഇതേ വാക്ക് നോക്കി ഒന്ന് തഹനീയത്തിൽ തഹാനി ഉണ്ടാവും ഉണ്ടോ. കലിമത്ത് തഹനീയത്ത് ഇവിടെ ഉണ്ടല്ലോ. അതിൻ്റെ അടുത്തുള്ള ആളെ പേര് നോക്കാം. ഉളുവ് മെമ്പർ, മജ്ലിസുൽ ഖറവി പഞ്ചായത്ത് മെമ്പർ. അപ്പോൾ 4ാമത്തെ നമുക്ക് കിട്ടി. 4ാമത്തെ ഇവിടെ എഴുതി. ഓക്കെ. ഇനി ശുക്ർ, നന്ദിക്കും അതേ വാക്കുണ്ടാവും. ശുക്ർ ഇവിടെ കലിമത്ത് ശുക്ർ ഉണ്ട്. ഇവിടെ ആളൊരു പേരുണ്ടെന്നാണ് യാസിർ 5ാമത്തൊന്ന് കിട്ടി. എഴുതിയല്ലോ. ഈ രീതിയിൽ ഈ കാര്യങ്ങൾ കാണാതെ പഠിക്കുക. അതേപോലെ തന്നെ ഈ രീതിയിൽ ഇത് പാരാഗ്രാഫ് കണ്ടെത്തിയിട്ട് എഴുതുക. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ ട്രിക്ക് മനസ്സിലാവാതെ റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിച്ചു വെച്ചാൽ നാളത്തെ എക്സാം സെറ്റ്. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.